ഹലോ ഗൈസ്, വെൽക്കം ടു അഗ്വാഡ ഫോർട്ട്. ഞാൻ പ്രൊനൗൺസിയേഷൻ കറക്റ്റാക്കി പറഞ്ഞതാണ്. വായിക്കുമ്പോൾ അഗോഡ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത്, പക്ഷേ ഇത് അഗ്വാഡ എന്നാണ്. അഗ്വാഡ ഫോർട്ട്, അഗ്വാഡ എന്ന് പറഞ്ഞേക്കുന്നത്. ഞാൻ കുറച്ച് ചരിത്രം പറയാവേ. ചരിത്രം കേൾക്കാൻ താല്പര്യമില്ലാത്തവർ പ്ലീസ് സ്കിപ്പ് ഇറ്റ് ഔട്ട്. അല്ലെങ്കിൽ തന്നെ ആകപ്പാട് 10-20 നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മിനിറ്റത്തേക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതങ്ങ് പോർച്ചുഗീസുകാരുടെ കാലത്ത്, അഗ്വാഡ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വേർഡല്ല, പോർച്ചുഗീസ് വേർഡാണ്. അഗ്വാഡ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സറൗണ്ടഡ് വിത്ത് വാട്ടർ എന്നാണ്. എന്ന് പറഞ്ഞാൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഇവർക്ക് തോന്നി, എന്നാൽ പിന്നെ ഇത് വെച്ചിട്ടൊരു ജലസംഭരണി ഉണ്ടാക്കിയേക്കാന്ന്. അങ്ങനെ ഇവർ ജലസംഭരണി ഉണ്ടാക്കുന്ന സമയത്ത് കുറേ കുഴിച്ച സമയത്ത് കുറേ വെട്ടുകല്ലും അതൊക്കെ കിട്ടി വെച്ചിട്ട് ഇവരെന്നാ ചെയ്യുന്ന അറിയാമോ, ഫോർട്ട് ഉണ്ടാക്കി. ആ ഫോർട്ടാണ് നിങ്ങളിവിടെ കാണുന്നത്. ഫോർട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മറ്റേ കോട്ടമതിലുകൾ പോലത്തെ പരിപാടികളൊക്കെ പോലെ ഇവരുണ്ടാക്കി. ഈ 4 സൈഡും കെട്ടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ശരിക്കും അകലെ നിന്നൊക്കെ നോക്കി ശരിക്കും കാണാം ശത്രുക്കൾ വരുന്നതൊക്കെ. അപ്പോൾ അതിന് മറ്റേ ടിഷ്യൂ എന്ന് പറഞ്ഞ വെടിവെക്കലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാലമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണല്ലോ ഫോർട്ടിൻ്റെ ഏരിയ. അപ്പോൾ ഇവർ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ജയിലായിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട്, ഇതിന് ചില പോർഷൻസൊക്കെ. അങ്ങനെ ഇതാണ് ഇതിൻ്റെ കൊച്ചു ചരിത്രം. ഇതിൻ്റെ വലിയ ചരിത്രമൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലും ഗൂഗിളിലൊക്കെ കിട്ടും കേട്ടോ. എനിക്ക് മനസ്സിലായത് ഇതാണ്, ഇതൊരു കൊച്ചു ചരിത്രമാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്തവരൊക്കെ തിരിച്ചു വരിക. ഞാൻ കുറച്ച് നേരം അഗ്വാഡ ഫോർട്ടിൻ്റെ ഷോർട്സിലേക്ക് പോട്ടെ. ഈ അഗ്വാഡ ഫോർട്ടിന് 2 പോർഷനുണ്ട്. ഒരു അപ്പർ പോർഷൻ, നമ്മളിപ്പോൾ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇത് അപ്പർ പോർഷനാണ്. ഇതിൻ്റെ താഴെ ഒരു ഫോട്ടോ ഉണ്ട്, ഇതിൻ്റെ ലോവർ പോർഷൻ. അതിനെയാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് കാണിച്ചു തന്ന ആ ഫോട്ടോ ഇല്ലേ, അത് കാണുന്നത്. അതിനെയാണ് മറ്റേ സിംഗിനി ഫോട്ടോ എന്ന് പറയുന്നത്. എനിക്ക് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്നാണ് തോന്നുന്നത്. അങ്ങനെയൊക്കെ എന്താണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വേഗം ഫോട്ടോ കാണാം. ഒക്കെ ഇത് കണ്ടോ, ഇതാണ് ജലസംഭരണിയായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതൊക്കെ നോക്കി വെള്ളം കാണാമെന്ന് എനിക്ക് തോന്നുന്നു. ചപ്പോള ഫോർട്ടിന്ന് കാണുമ്പോൾ തന്നെയല്ലേ. മാത്തിന് അഗോഡ ഫോർട്ട് ഇഷ്ടമായോ? മാത്തിന് മെക്കാനിക്സ് അറിയാത്തതിലുള്ള വിഷമാണ്. ഞാൻ ഇവിടെ നിർത്തിയിട്ട് തിരിച്ചു പോയോ, മെക്കാനിക്സ് ഒക്കെ പഠിച്ചിട്ട് വയ്യ വന്നാൽ മതി. മാത്തിന് മിസ് ചെയ്യോ അഗോഡ ഫോർട്ട്? ഇങ്ങനെ താങ്ങുകൾ ഏറ്റുവാങ്ങിയൊക്കെ നടക്കുമ്പോഴാണ് റീൽ എടുത്തു കൊടുക്കാൻ ആരുമില്ലാതെ നടന്ന ഈ സ്റ്റുഡൻസിനെ കണ്ടത്. അങ്ങനെ അവർക്ക് റീലൊക്കെ എടുത്തു കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നീങ്ങി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നൂല്ലേ? ഇത്രോ നേരത്തെ ഞങ്ങൾ ഒരു സ്ഥലത്ത് എങ്ങനെ എത്തിയെന്ന് തോന്നും, സ്വാഭാവികം. ഒരു ദിവസം എല്ലാ സാധനവും ആദ്യം തന്നെ പോയി കാണണമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ എത്തിയത് ഇവിടെയാണ്, അഗ്വാഡയുടെ ജയിലിൽ. ഈ ജയിൽ തുറക്കുന്നതിന് മുമ്പ് ഞങ്ങളിവിടെ എത്തി. അത് അടിച്ചു വരാനുള്ള ചേച്ചി പോലും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ ജയിൽ തുറക്കാൻ ഒത്തിരി ലേറ്റ് ആവുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ അടുത്ത സ്ഥലം തപ്പിക്കണ്ടുപിടിക്കാമെന്ന്. അല്ല, ജയിൽ തുറക്കാത്ത പ്രത്യേക സാഹചര്യത്തിൽ ഫോട്ടോ ഒരു 9 മണി 9:30 ആകുമ്പോൾ തുറക്കുമെന്നാണ് പറയുന്നത്. ചെക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ പദ്ധതികൾ കംപ്ലീറ്റ് ആയിട്ട് പാളാത്ത പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ ഇപ്പോൾ കാണിച്ചില്ലേ, അതാണ് ലൈറ്റ് ഹൗസ്. വേ ടു ലൈറ്റ് ഹൗസ് തിരിയണം. അപ്പോൾ നമ്മൾ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടി പോവാം. അഗ്വാഡ ഫോർട്ട് 9 മണിക്കും, അഗ്വാഡ ജയില് 10:30 10-നുമാണ് തുറക്കുക. ബാക്കി നേരത്തെയൊക്കെ എണീറ്റതല്ലോ, അപ്പോൾ എന്തെങ്കിലും കണ്ടേ. പിന്നെ ഈ ലൈറ്റ് ഹൗസ് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നേരത്തെ വ്ലോഗ് കണ്ട ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ധാരണയൊക്കെ ഉണ്ടാവും. ചുരുക്കത്തിൽ ഇത്രയും സംഭവവികാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ അഗ്വാഡയുടെ ഫോർട്ട് കാണാൻ വേണ്ടി പോയത്. ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പോയത് ബംഗി ജമ്പിങ് ചെയ്യാനാണ്. ഇതിൻ്റെ ഒരു വ്ലോഗായിട്ട് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ചില സ്നിപ്പറ്റ്സ് ഒക്കെ നമുക്കൊന്ന് കണ്ടുപോകാം. ഇതൊരു ദിവസമാണല്ലോ.
ഹായ് ഹലോ. ഈ സ്ഥലം ഓർമ്മയുണ്ടോ വീണ്ടും? ഇത് ഞാൻ നിങ്ങളെ ഇന്നത്തെ ദിവസം കുറേ വട്ടം കാണിച്ചു തന്നിട്ടുണ്ട്. രാവിലെ നമ്മൾ വന്നിട്ട് തുറന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മൂഞ്ചി തിരിച്ചു പോയ സഞ്ജയ് മറ്റേതോ സിനിമയിലുണ്ടായിരുന്ന വീടെന്നൊക്കെ പറയുന്നത്. ഇനി ഞങ്ങൾ അവിടുത്തെ ബങ്കി ജമ്പിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മണിക്കൂറെടുത്ത് നമ്മൾ ട്രാവൽ ചെയ്ത് നമ്മൾ ഇവിടെ അടുത്ത് തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. ആ ബങ്കി ജമ്പിങ്ങിന് പോയതായിരുന്നു ഒരുപാട് ദൂരെ ഉണ്ടായിരുന്ന സ്ഥലം. നമ്മൾ തിരിച്ചിവിടെ വന്നിട്ടുണ്ട്. മാത്രം ഈ ജയിൽ കാണണമെന്ന് വളരെ നിർബന്ധമാണ്. മാത്രം ജയിലിൻ്റെ ഉള്ളറകളൊക്കെ കാണണമെന്ന് പറഞ്ഞു. അപ്പം മാത്രൻ്റെ കൂടെ നമുക്ക് ഈ ജയിൽ കാണാൻ വേണ്ടി പോകാം. അഗ്വാഡയുടെ ഓക്കെ. ഇതിൻ്റെ ഫൺ ഫാക്റ്റ് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സമയം 4:15 ഈ ജയിൽ 5:30 കിടക്കും. അതുകൊണ്ട് നമ്മൾ ഓൺ ടൈമിലായിരുന്നു. എന്നതാ കേൾക്കുന്നത്? Greatness of a nation can be judged by the way its animals are treated എന്ന് നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞത് ശിരസാവഹിച്ചേക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടാക്കിയേക്കുന്ന ഒരു ആർട്ട് ഗാലറിയാണിത്. ഇത് ജയിലാണെന്ന് വിചാരിച്ച് ആദ്യം ഇതിൻ്റെ അകത്തേക്ക് അത് പോയ മാതന് വളരെ ഡിസപ്പോയിൻറ്റഡ് ആയി പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. ഇതാ നിങ്ങൾ ഈ കാണുന്നത്. മാതന് കാണേണ്ടത് ജയിലാണ്. അഗ്വാഡ ജയിലിൻ്റെ അകത്തേക്കുള്ള ഒരാളുടെ എൻട്രി ഫീസ് 200 രൂപയാണ് അവർ ഈടാക്കുന്നത്. ഈ 200 രൂപ കൊടുത്ത് കയറി ഇത് കാണാനുള്ളതുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ കാണുന്ന പോലത്തെ ചില മെഷീനുകളും സെറ്റപ്പുകളും ഒക്കെ ചില റൂമുകളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളെ ചരിത്രം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ടൈം മെഷീനുകളും ചില ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ കാര്യങ്ങളും ഗെയിം കളിച്ച് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ആ ഒരു രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ മാത്രം ഈ 200 റുപ്പീസ് വർത്ത് ഇറ്റ് എന്ന് പറയാം. എന്താ ചെയ്യണ്ടേ? അതാണ് ജയില്. ഒരുപാട് ആൾക്കാരുടെ സങ്കടം ഉണ്ടായിരുന്ന ഈ സ്ഥലമല്ല ഇത്. അഗ്വാഡ ജയിലായിരുന്നു ഞങ്ങളുടെ ഗോവൻ യാത്രയിലെ ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അങ്ങനെ ജയിലൊക്കെ കണ്ട് അവിടേക്ക് നിന്ന് വർത്താനം പറയുമ്പോഴാണ് ഇങ്ങനെ ഡോൾഫിനെ കണ്ടത്. അന്ന് ഡോൾഫിനെ കാണാൻ പോയപ്പോൾ പോലും ഇത്രയും ഡോൾഫിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം ഞാൻ ഡോക്യുമെൻ്റ് ചെയ്തു. എൻ്റെ ഒരു ഫേവറേറ്റ് ഈവനിങ് ഒഴികെ. അതാട്ടോ ഇനി വരുന്നേ. സൺസെറ്റിന്റെ സമയമൊക്കെ കഴിഞ്ഞൊക്കെ പോവാണ്. അവിടെ പോവാനേ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം 5:30 ഞങ്ങൾ വന്നത് ലേറ്റ് ആയിട്ടാണ് സാധ്യത പോകുന്നത്. അപ്പം അത് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സൺസെറ്റ് കാണുന്ന സമയത്ത് നമുക്ക് കഴിയുന്നില്ല. അങ്ങനെയല്ല, കൺമണി അൻപോട് കാതലാണ് അതിന് ബാക്കി പാടണം. പാട് മിസ്റ്റർ മാത. വുഡ് യു ലൈക്ക് ടു ടോക്ക്? ഇന്നെന്താ മാത്തന്റെ പാരാഗ്ലൈഡിങ് സംഭവിച്ചതെന്ന്? നീയാ ജസ്റ്റ് മിസ്. ഒരു 10 minutes നേരത്തെ വരുവാണെങ്കിൽ നമുക്ക് എന്ന് വിചാരിച്ച് മാത്രം നല്ല അടിപൊളി സൺസെറ്റ് കണ്ടില്ലേ?
കുറെ സംസാരിച്ചില്ലേ. പിന്നെ വി ഹാവ് സോ മച്ച് ഹാപ്പി മൊമെന്റ്സ് അല്ലേ. ആ അടി ഉണ്ടാക്കുന്നവര്. സാരമില്ല. ഈ ജയ്പൂരിനൊക്കെ ഉള്ളേ. ജയ്പൂർ മാത്ത. Okay, we are planning our next trip to Rajasthan, guys. Let's talk. സൂര്യൻ പോയി. ആനിവേഴ്സറി തീർന്നില്ല. തീർന്നു. ഇനി ഡിന്നറോടെ കഴിച്ചാൽ പോയിക്കിടന്ന് ഉറങ്ങും. നാളെ രാവിലെ എഴുന്നേറ്റ് പിന്നെ എനിക്കിതൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഈ പറഞ്ഞു വന്നതുപോലെ അന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ആയിരുന്നു. ആണല്ലോ. ഈ കണ്ടോളിങ് ബീച്ചിൽ ഈ സെയിം ഡ്രസ്സൊക്കെ ഇട്ട് തന്നെ കൊണ്ടുവന്നിട്ട് എന്നാത്തിനാണ് ഇരുന്ന് പറഞ്ഞത് മാത്രമായതുകൊണ്ട് ആ പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. ഞാൻ കഴിക്കാൻ പോകുന്നത് ബിരിയാണി നെയ്ച്ചോറുക എന്നുള്ള കാര്യത്തിൽ. പക്ഷേ കഴിഞ്ഞ 3 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനിടയ്ക്ക് ആദ്യമായിട്ട് മാത്തൻ എനിക്കൊരു ഞെട്ടൽ തന്ന ദിവസമായിരുന്നു ഇത്. വേണ്ടി വന്നാൽ എനിക്ക് റിയാടി റൊമാൻറ്റിക് ആവാൻ എന്നൊരു മോഡായിരുന്നു അത്. മേ ബി ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞും ഞാൻ ഓർത്തിരിക്കുന്ന ഒരു ഈവനിങ് ആയിരിക്കും അത്. കാരണം വലിയ ഓട്ടപ്പാച്ചിലുകളൊന്നും ഇല്ലാതെ സമാധാനമായിട്ടിരുന്ന് ഒരുപാട് സംസാരിച്ച് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച നല്ലൊരു ഈവനിങ്, നല്ല ആംബിയൻസ്. അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഗോവൻ ട്രിപ്പ്. ഇനി ഇതാ സ്പേസ് ഇല്ല. നോക്കട്ടെ. ആദ്യമായിട്ട് ഞാനൊരു കുടുക്ക ഇതുപോലെ എന്താണ് പറയുന്നത് പൈസ നിറഞ്ഞു കാണുന്നത്. നമ്മളിത് എങ്ങോട്ട് പോകാനാ തുടങ്ങിയത്? ലഡാക്ക് മിഷൻ 2023 ആണോ? നമുക്ക് മിഷൻ മാറ്റി. അതെ, ഗോവ 2025. നിനക്ക് എന്റെ പൈസ എണ്ണി കഴിയുമ്പോൾ കൂടുതലുണ്ടെങ്കിൽ എനിക്ക് ഗോവ മാറ്റിയിട്ട് വീണ്ടും ലഡാക്കാക്കാൻ തോന്നുമോ? ഇല്ല, തോന്നിയല്ല. ഇപ്പൊ ലഡാക്കിനോ നല്ല സമയമാണ്.